പല വേദികളിൽ അവഗണിക്കപ്പെട്ടതിൻ്റെ ഒരു വിഷമം, അല്ലെങ്കിൽ ഒരു വേദിയിൽ വിളിക്കാതെ വരിക, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷമം എന്തോ ഇങ്ങനെ മനസ്സിലുള്ള പോലെ നോം നമ്മുടെ ചിന്തകളിൽ കാണുന്നു. അതെ, നമ്മളെ ഒരുപാട് പേര് അംഗീകരിക്കുമ്പോഴും നമ്മളെ ഒരു അപമാനപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന നെഗ്ലിജൻസ് ആണ് നമുക്ക് ഫീല് വരിക. നമ്മൾ സീരിയലിലൊക്കെ നിൽക്കുമ്പോഴും, ഇപ്പോഴല്ല കുറച്ച് മുന്നേത്തെ കാര്യമാണ് പറയണത്, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ വിചാരം നമ്മളാണല്ലോ ഏറ്റവും വലിയ, നമ്മളെ ആൾക്കാരെ അറിയുന്നു ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സീരിയലിൽ വർക്ക് ചെയ്യുന്ന ഒരു AD തന്നെ അവർക്ക് സിനിമയിലായിട്ടും കണക്ഷൻസ് ഉണ്ടാവും. അവർ പറഞ്ഞു, ഞങ്ങളുടെ സാറിനൊരു പുതിയ പടം തുടങ്ങാൻ പോകുന്നുണ്ട്, നീ വരണം, പൂജയാണ് നാളെ, എന്തായാലും വരണം എന്ന് പറഞ്ഞു. നിനക്കും ചിലപ്പോൾ സാധ്യത ഉണ്ടാവും കേട്ടോ. പണ്ട് ഈ പൂജയിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അത് ചിത്രഭൂമി, നാന, അതിലൊക്കെ പൂജ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും നമ്മളുണ്ട്, അതുകൊണ്ട് വന്നോ വേണേ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഞാൻ താഴെ ഫ്രണ്ട് റോഡിൻ്റെ ഒക്കെ സൈഡിലായിട്ട് എവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പുള്ളി കാണത്തക്ക രീതിയിൽ നിൽക്കുന്നുണ്ട്, എല്ലാവരും വരുന്നു. അവന് പൂജയ്ക്ക് വിളക്ക് ഇങ്ങനെ ഭദ്രദീപം കൊടുത്താൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കും. അപ്പം എന്നെ വിളിച്ചാൽ പറഞ്ഞു, കയറിയോ, അങ്ങോട്ട് കയറി വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ കയറി അടുത്തെത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഈ വിളിച്ചാലോട്, എന്തിനാണ് ഈ ചെറുക്കനൊക്കെ വിളിക്കുന്നത്, ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ഇത് ഞാൻ എന്നെ കേട്ടിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നത്, അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കുന്നതും ഈ പുള്ളിയുടെ ഒരു അനിഷ്ടവും ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പതുക്കെ പുറകോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി, അവിടെ ഉള്ള പോലെ കാണിച്ചു ആ വാതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇങ്ങനത്തെ ഒരു ഇത് മാത്രം, അങ്ങനെ ഒരുപാട് നമ്മൾ ഇതായിട്ട് നടക്കുമ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ആൾക്കാർ തന്നെ പിന്നെ ഇപ്പം നമ്മളെ കാണുമ്പോൾ ഷെയ്ക്കിൻ്റെ തരുന്നു, കാണാറുണ്ട് കേട്ടോ, കൊള്ളാം കേട്ടോ. ജീവിതത്തിൽ ഇതിനെക്കാട്ടിൽ ദുഃഖിച്ച നിമിഷങ്ങളുണ്ടോ? അഭിനയിച്ചിട്ട് പിന്നെ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ വിക്കുള്ളതുകൊണ്ട് അതും ഇത്തിരി പ്രയാസമോ? അല്ല, വിക്ക് എനിക്ക് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഒരു വിക്കുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ചേട്ടാ പോവാം വയ്ക്കും. അങ്ങനെ അവർ ഞാൻ ഓക്കെ ആവണ വരെ അവർ നിൽക്കും. എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, നിനക്കൊന്നും ഒരിക്കലും നിൻ്റെ സൗണ്ട് വെച്ച് ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം എൻ്റെ ആ ക്യാരക്ടർ നിൽക്കുന്നത് എൻ്റെ സൗണ്ട് കൊണ്ടും എൻ്റെ ആ സ്ലാങ്ങും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വായിച്ച് നോക്കിയിട്ട് പറഞ്ഞത്, സാർ ഞാൻ കോഴിക്കോട് സ്ലാങ് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞു. പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ സാധനമാണ്. അപ്പം അതിന് ഞാൻ തന്നെ ഡബ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും അല്ലേ, ഒരുപാട് അലച്ചിലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥാനത്ത് വന്നത്. അതെ അതെ അതെ. ഇനിയും മേലോട്ട് ഒരുപാട് പേരുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിവാഹം എങ്ങനെയാണ്? ലവ് മാരേജ് ആണോ അതോ? അല്ല സാർ, അത് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പേര് ശ്രീരഞ്ജിനി. ആഹാ, നല്ലൊരു രാഗമാണ്. അതിൻ്റെ കാര്യം ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു, അവിടെ ഒരു പെണ്ണുണ്ട് കോഴിക്കോട് പാലാഴി മേത്തോടുത്താഴം, നീ ഒന്ന് അവിടെ പോകണം, അടുത്ത ഞായറാഴ്ച അവിടെ പോകണം, നിൻ്റെ ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനുണ്ട്, പുള്ളിയും കൂടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പം ഇവളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നുമില്ല, ഇവളുടെ അനിയത്തി മാത്രമേ ഉള്ളൂ. പെട്ടെന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു എൻട്രി, ഒരു മൂകാംബികയിലെ പ്രസാദമൊക്കെ തൊട്ട് ഒരു ചന്ദനക്കൂരിയൊക്കെ തൊട്ട് പിടിച്ച് ആ എൻട്രി, അതൊരു ആയിട്ട് നല്ലൊരു എൻട്രി ആയിരുന്നു അത്. അത് നോക്കി ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ ചായ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ആ കൈ എൻ്റെ അപ്പോൾ ഈ ചായ കണ്ടപ്പോൾ ഞാനൊന്ന് എടുക്കാൻ വേണ്ടി ആഞ്ഞപ്പോൾ ഈ കൈയും കൂടെ ഒരു സ്പാർക്ക് ഒരു സാധനം ഉണ്ടായി. അപ്പോൾ ഞാൻ ജസ്റ്റ് മൊത്തം നോക്കി, പെട്ടെന്ന് മിന്നൽ അപ്പോൾ ആ ഒരു സ്പാർക്കും ആ ഒരു വരവും എല്ലാം കൂടെ എൻ്റെ മനസ്സിലങ്ങോട്ട് കയറി. ഇപ്പം പറഞ്ഞില്ലേ ഒരു വാക്ക്, സ്പാർക്ക് എന്ന്. അതാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദർ ഇസ് എ സ്പാർക്ക് ബിറ്റ്വീൻ എ ഗേൾ ആൻഡ് എ ബോയ്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ഹൗസ് വൈഫാണ്. പാട്ടൊക്കെ പാടുവോ? പാട്ടൊന്നും പാടില്ല. അല്ല, ശ്രീരഞ്ജിനി എന്നുള്ള രാഗമായതുകൊണ്ട് ഞാൻ പറയാറുണ്ട് രാഗം അതൊക്കെയാണ്, പക്ഷെ ആള് പാടില്ല. കാർത്തിക്കോ? ഞാൻ പാടാറൊന്നുമില്ല സാർ, ഞാനൊരു പാട്ടുകാരനേ അല്ല. അല്ല, എന്നാലും കൂട്ടുകാരെ കൂടെ ഇരിക്കുമ്പോൾ രണ്ടുപേരെയൊക്കെ മൂളുന്ന ഈസി ആയിട്ട് മൂളും, സംശയമില്ലാതെ മൂളും. അതേതാണ്? കോപിക്കാറില്ല പെണ്ണ് കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പീട പോലെ. കോപി
കുളിക്കാറില്ല ഈറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പീട പോലെ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ, താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. ഇത്രയും മതി, കാരണം വേറൊന്നുമല്ല. ഇനി അടുത്ത പാടാൻ പോണേ കാട്ടുകൂറിഞ്ഞല്ലേ, അത് വൈഫ് വന്നിട്ട് പാടാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പം തീറ്റപ്പുലി ആട്ടപ്പുലി എന്നൊക്കെ വിളിച്ചില്ലേ, ഈ കാര്യം ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞിട്ട് ബാക്കി പ്രായച്ചിത്തമായിട്ട് ശ്രീരഞ്ജിനി വരുമ്പോഴത്തേക്ക് ഇരുന്ന് പാടിയാൽ മതി. നാളെ രാത്രി 8 മണിക്ക്. ഓക്കെ. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളെ. എന്ത് ചെയ്യുന്നു? മോളിപ്പം +2 കഴിഞ്ഞു, BRക്കിന് ചേരാൻ അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ ആയിട്ട് നിൽക്കണു. മോൻ LKG കഴിഞ്ഞു, ഇപ്പോൾ UKG ആവുന്നു. ഒരുപാട് ഒരു 13-14 വയസ്സിൻ്റെ ഒരു വ്യത്യാസം. അത് പറ്റി? അത് സാധാരണ ആൾക്കാർ പറയും ദൈവം അങ്ങനെയാണ്. അല്ല, ദൈവം തന്നതും നമ്മൾ അല്ല, എല്ലാവരും പറയും സാറേ അതൊന്നും അല്ല, ദൈവം അങ്ങനെ തന്നു, നമ്മൾ വാങ്ങിച്ചു അല്ലേ, സ്വീകരിച്ചു. അത് ആഗ്രഹിച്ച സമയത്ത് ഒന്നും വന്നില്ല, പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ ഒരു. എല്ലാം അങ്ങനെയാണല്ലോ. എന്തായാലും നല്ലത് വരട്ടെ. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കില്ലേ? നന്നായിട്ട് പഠിക്കില്ല, എന്നാലും കുഴപ്പമില്ല.